ഗുരുവായൂർ ഏകാദശിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. ഇത്തവണ 1 ലക്ഷത്തോളം ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെ തിങ്കളാഴ്ചയാണ് ഏകാദശി ആഘോഷിക്കുന്നത്. ആഘോഷ പരിപാടികൾക്കായി 80 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ദർശനത്തിനായി പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തർക്ക് പ്രഥമ പരിഗണന നൽകും. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ നിർമ്മാല്യത്തിന് ക്ഷേത്രനട തുറന്നാൽ പൂജകൾക്കല്ലാതെ ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് മുൻപ് അടക്കില്ല. ഗജരാജൻ കേശവൻ അനുസ്മരണവും പഞ്ചരത്ന കീർത്തനാലാപനവും ദശമി ദിവസമായ ഞായറാഴ്ച നടക്കും. ഏകാദശി ദിവസം രാവിലെ 6:30 പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. ഏകാദശി വിഭവങ്ങളോട് കൂടിയ പ്രസാദ ഊട്ട് രാവിലെ 9 തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദ ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. ഏകദേശം 60,000-ഓളം ഭക്തർക്കുള്ള വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ.